ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അധികം വീഡിയോസ് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ബട്ട് എന്നാലും ഞാൻ ചെയ്തിട്ടുള്ള ഡ്രോയിങ് എക്സ്പെരിമെൻറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു റിയലിസ്റ്റിക്കായി എങ്ങനെയാണ് വരച്ചെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ അതിൽ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കണം. ഓരോരോ ഷെയ്ഡ് വരുന്നിടത്ത് ഓരോ ലൈൻസ്, ഷെയ്ഡ് മാറുന്നിടത്ത് ഓരോ ലൈൻസ്. ഇപ്പോൾ പ്യൂപ്പിളിനാണെന്നുണ്ടെങ്കിൽ 2 റൗണ്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ രണ്ടിനും 2 ഷെയ്ഡ്സാണ് വരിക, ഒന്ന് ഡാർക്ക് ഒന്ന് ലൈറ്റ്. അങ്ങനെ എല്ലാത്തിനും ഓരോ ലൈൻസ് വരച്ചെടുക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും എവിടെയൊക്കെ എന്തൊക്കെ ഷെയ്ഡ്സ് കൊടുക്കണമെന്ന്. ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണോ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണമെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മളൊരു ഐ നോട്ട് ചെയ്യുമ്പം അത് നമുക്ക് മേ ബി ലൈറ്റ് റിഫ്ലക്ഷൻസ് കാണാം. ഐയുടെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണാം. സോ അതൊക്കെ നോട്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ വരയ്ക്കുമ്പം ഒരു ലൈറ്റ് കളർ മീൻസ് ലൈറ്റ് യെല്ലോ ഓർ വൈറ്റ് കളർ വെച്ചിട്ട് നമ്മൾ വരച്ച ആ കളേഴ്സിൻ്റെ മീതെ കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും ഒന്ന് ബ്ലെൻഡായി കിട്ടും. അതൊന്നുകൂടെ റിയലിസ്റ്റിക്കായിട്ട് തോന്നിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും.
സോ ഇനിയിപ്പോൾ നമ്മൾ ഈ സ്കിൻ പാർട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ആദ്യം ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ സ്കിന്നിൽ വരുന്ന ലൈൻസിനൊക്കെ ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. സോ ആ ലൈൻസൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണും. ഞാനിപ്പോൾ ഇവിടെ ആക്ച്വലി കണ്ണിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ മേലെ ഡാർക്ക് ഷെയ്ഡും കണ്ണിൻ്റെ താഴെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കൊടുക്കണേ. ഇത് ആക്ച്വലി നമ്മൾ ഷെയ്ഡ് ഡാർക്കാണോ ലൈറ്റാണോ വേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക ഏത് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെന്ന് നോക്കിയിട്ടാണ്. സോ നമ്മളൊരു ആളെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ മേലെ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ പ്രോബബ്ലി നമ്മളുടെ കണ്ണിന് ഷെയ്ഡ് മേലേക്കായിരിക്കും വരിക. സോ അതുകൊണ്ട് ഞാൻ കണ്ണിന് മേലെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. ഈ സ്കിന്നിൻ്റെ കളേഴ്സ് എല്ലാം ഒന്ന് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് മേലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഒന്നുകൂടെ എല്ലാ കളേഴ്സും കൂടെ ഒന്ന് ബ്ലെൻഡായി നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. ഇനി നമുക്ക് ഐലാഷസ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഷാർപ്പൺ ചെയ്ത ഒരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് പെൻസിൽ നന്നായി ഷാർപ്പൺ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. സോ ഒറ്റ ലൈൻ വരച്ച് കൊടുത്താൽ മതി, അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ ഡ്രോയിങ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.